ഈ കറി ഇളക്കുന്ന ടുട്ടുമോനെ നമുക്കൊന്ന് ഉണ്ടാക്കിയല്ലോ. അതിന് ഞാൻ ഒരു കാർബോർഡ് കഷ്ണം ഇങ്ങനെ ഒന്ന് രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കമ്പി കഷ്ണം ഉണ്ടല്ലോ, ഇതിനൊന്ന് മടക്കി തിരിച്ച് രണ്ട് മുത്തിട്ട് മടക്കി തിരിച്ച് ഇതേപോലെ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഈ മുത്തില്ലേ, ഇതിൻ്റെ ഇടയ്ക്ക് കൂടി വേറൊരു കമ്പി കഷ്ണം കൂടി വെച്ച് ഞാൻ അതൊന്ന് മുറിച്ച് ഒരു പശ വെച്ച് ഒട്ടിച്ച് വെച്ച് ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ഫോയിൽ പേപ്പർ എടുത്തത് ഞാൻ അതിനൊന്ന് മടക്കി നമുക്ക് ടുട്ടുമോൻ ഉണ്ടാക്കാം. ഈ ടുട്ടുമോനെ ഞാൻ ഏത് ജീവിയായിട്ടാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് പറയട്ടെ. പക്ഷേ അത് മനസ്സിലാവത്തില്ല, കാരണം ഞാൻ വിചാരിച്ച പോലെ ആ ജീവി വന്നേയില്ല. പിന്നെ ഇത് ഒരു പാത്രമാണ്, അതും കൂടി ശരിയാക്കി. ഇതാണ് പാത്രം. പിന്നെ ഇതാണ് നമ്മുടെ ടുട്ടുമോൻ. പിന്നെ ഈ ബേസ് ബോർഡ് കണ്ടോ, ഇതുപോലെ സാധനങ്ങൾ വേണം. പിന്നെ നമുക്ക് ഗ്യാപ്പിലൊരു പഴമൊക്കെ തിന്നാം. പിന്നെ ഈ സാധനം ഇങ്ങനെ കറക്കാൻ പാകത്തിനാക്കിയിട്ട് ഈ ബേസ് ബോർഡിൻ്റെ ഉള്ളിൽ വെച്ച് നമുക്കിതിങ്ങനെ ഒട്ടിക്കാം. ഒട്ടിച്ച് ഇത് ആ പാത്രവും കൂടി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ തിരിക്കുമ്പോൾ അതിങ്ങനെ തിരിയണം, രണ്ട് സൈഡ് വാലുണ്ടോ, അതിങ്ങനെ തിരിക്കുമ്പോൾ തിരിയണം. അതാണ് അതിൻ്റെ ഒരു ടെക്നോളജി. പിന്നെ ഈ ടുട്ടിമോനെയും കൂടി ഒട്ടിക്കുക. ടുട്ടുമോൻ്റെ ഹൈറ്റ് ഇത്തിരി തെറ്റിപ്പോയി, കാരണം കറി ചൂടോടെ ഇളക്കുമ്പോൾ അത് ചിലപ്പോൾ തലയും കുത്തി താഴെ കൈ പൊള്ളാൻ സാധ്യതയുണ്ട്. എന്താണെങ്കിലും ഞാനത് എങ്ങനെയൊക്കെയോ ഒട്ടിച്ച്, പക്ഷെ എനിക്കതൊരു വൃത്തിയായിട്ട് വന്നില്ല, തോന്നിയില്ല. പിന്നെ ഞാൻ പെയിൻ്റ് അടിക്കുന്ന സമയത്തും അതൊന്ന് ഇളകി പോകാൻ തുടങ്ങി. ഇതേ കണ്ട പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇളകണ കണ്ടപ്പോൾ എനിക്ക് വിഷമമായി. അവസാനം ഞാൻ അതൊന്ന് ശരിയാക്കി. ഇതാണ് നമ്മുടെ കറി ഇളക്കുന്ന ടുട്ടുമോൻ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.